You are the shimmer of untold dreams, the glitter of innumerable stars, the wave unbroken by the shore, the key and the melodious note, the soft laughter of the jewels, the brilliance of the treasure trove. You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewelers. അച്ഛൻ്റെ ആർട്ട് എന്ന് പറയുന്നത് ഐ കൺസിഡർ ഹിം ദ ബെസ്റ്റ് ആക്ടർ ഐ ഹാവ് എവർ സീൻ. ഉത്സവ് പിറ്റേന്ന് കണ്ട ഒരു ഫസ്റ്റ് മെമ്മറി മൊമെന്റ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അത് കൊളൈഡഡ് വിത്ത് ദ റിലീസ് ഓഫ് ചിത്രം. ഇറ്റ് വെന്റ് ഓൺ ടു ബിക്കം എ മെഗാ സക്സസ്. അപ്പോൾ ലാലേട്ടൻ അത് പെർഫോം ചെയ്ത് യു ജസ്റ്റ് ഹാവ് ടു റിയാക്ട് ആസ് ദ ക്യാരക്ടർ. ഇസ്രായേൽ ഉടനെ ഉണ്ടോ? ഇപ്പോൾ ഒബ്സഷനിൽ ഞാൻ കണ്ട ഒബ്സഷനിലൊരു ടെക്നിക്ക്, ഇതിനെ ഞാൻ എടുത്ത് ഇതിലിടാം എന്ന് പറഞ്ഞ് ഈ കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് അതിൽ ബിലോങ് ചെയ്യുന്ന സാധനമല്ല. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വലിയ ബോക്സ് ഓഫീസ് ഫെയിലിയറിലൂടെ. ഒരു മമ്മൂട്ടി പടം എന്നുള്ളത് പലപ്പോഴേ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ചോദ്യമാണെന്ന് അറിയാം. ഒരു സ്റ്റാലിനിസ്റ്റിക് ഫോഴ്സും ഒരു ലെഫ്റ്റിസ്റ്റും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഇടമാണ്. അപ്പൊ അതിന് ഞാൻ എഴുതുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു താങ്ങുമില്ലാത്ത ഒരു സ്ഥലം. അനന്തങ്കാട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ ഒരു ഏൻഷ്യൻ നെയിമാണ്. ഇപ്പൊ അമിതാഭ് ബച്ചൻ, കൂലി, ആക്സിഡന്റ്, ടൈമിംഗ് തെറ്റിയിട്ടുള്ള ഇടി. പത്മനാഭൻ സാറിനെ അന്നത്തെ ക്രിറ്റിക്സ് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ആക്ഷൻ ചെയ്യാൻ. ആക്ഷൻ വേറൊരു ഭയങ്കര ത്രില്ഡാണ് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നത്. കാലാധിപത്യമായ കല അതും അതിജീവിക്കും. അതിജീവനമാണ് സത്യത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളത്. ക്യൂ സ്റ്റുഡിയോയിൽ മുരളി ഗോപി, വെൽക്കം. ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ ആർട്ടിസ്റ്റിന്റെ ഇൻസെക്യൂരിറ്റി പറ്റി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ശൈലി റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റിയായിരിക്കാം. പല ക്യാരക്ടറിലോട്ട് പോകുമ്പോഴും നമ്മളുടെ പെർഫോമൻസ് മൊമെന്റുകൾ റിപ്പീറ്റ് ആവുമെന്നുള്ള കൺസേൺസ് ഉണ്ടാവാം. ചില സമയങ്ങളിൽ എഴുത്തുകാരിൽ ചിലപ്പോൾ അങ്ങനത്തെ കൺസേൺസ് വന്നു വരാം. അപ്പോൾ ഈ ശൈലിയിലെ എൻ്റേതായിട്ടുള്ള എഴുത്തിൻ്റെ ശൈലി പല ജോണറിലും മാറുമ്പോഴും റിപ്പീറ്റ് ആവാൻ സാധ്യതകളുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസ്, കൺസേൺസ് എല്ലാം കേട്ടിട്ടുണ്ട്. മുരളി ഗോപി ആസ് എ റൈറ്റർ, ആസ് എൻ ആക്ടർ, ഇത്തരം കൺസേൺസ് ഉണ്ടോ? ശൈലികളിൽ കൺസേൺ ആവാറുണ്ടോ? ആസ് എൻ ആക്ടർ നമ്മൾ ആ ക്യാരക്ടറിനെ ഫോളോ ചെയ്താൽ മാത്രം മതി. അതിന് അതിൻ്റെതായ ശൈലി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ യു ജസ്റ്റ് ഫോളോ ദ ക്യാരക്ടർ. ദ സെയിം ഹോൾഡ്സ് ട്രൂ ഫോർ ദ റൈറ്റിംഗ് പാർട്ട് ആസ് വെൽ. റൈറ്റിംഗ് വരുമ്പോൾ നമ്മളൊരു യു conceive something and you just follow it. It dictates the style. So നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ worried ആവേണ്ട കാര്യമില്ല. കോൺഷ്യസ് ആയിട്ട് മാനറിസംസിനെ ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ക്യാരക്ടറിനെ നന്നായിട്ട് റീഡ് ചെയ്താൽ, അതിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അതിൻ്റെ റൈറ്ററുമായിട്ടും ഡയറക്ടറുമായിട്ടും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നാച്ചുറലി അതിന്റെ ശൈലി അത് പറഞ്ഞു തരും, അതിനെ ഫോളോ ചെയ്താൽ. മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരിക്കലും അച്ഛൻ ഒരു സിനിമാക്കാരന്റെ മക്കളായിട്ട് വളർത്തിയിട്ടില്ല എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സമയത്തും അച്ഛനൊരു ഗ്രേറ്റ് ആക്ടറാണ്. അച്ഛന്റെ സിനിമകൾ റിലീസ് ആവുന്നുണ്ട്, ഈ സിനിമകളെല്ലാം കാണുന്നുണ്ട്. ഈ അച്ഛനതിനപ്പുറത്തേക്ക് ഭരത് ഗോപി എന്ന ആക്ടറെ അതിലൊരു കൃത്യമായിട്ട് സിനിമകൾ കണ്ടിട്ടുള്ള, ഈ പറഞ്ഞ റിവ്യൂ പറയുന്ന പോലെ, അല്ലെങ്കിൽ അച്ഛന് മാർക്ക് ഇടുന്നത് ഈ പെർഫോമൻസില്, അച്ഛനോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ്, ചിലപ്പോൾ അച്ഛൻ ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, ഇത് ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് ശരിക്കും ആർട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഡെഫിനറ്റ്ലി. ബട്ട് അത് വർക്ക് പ്ലേസും വീടും തമ്മിലൊരു നല്ല ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്തിരുന്ന ആളാണ് അച്ഛൻ. കാരണം ദിസ് ഇസ് ലൈക്ക് എനി അതർ ജോബ് എന്നുള്ളൊരു ഫീൽഡാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പൊ എൻ്റെ ഉള്ളിലെ റൈറ്റർ വരാനുള്ള മെയിൻ കാരണം തന്നെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ലൈഫ് തന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എല്ലാത്തിലും മിങ്കിൾ ചെയ്യാനും, എല്ലാ ഗ്രൂപ്പ്സിൻ്റെ കൂടെ മിങ്കിൾ ചെയ്യാനും, എല്ലാത്തരം സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് ഐ എം ഗ്രേറ്റ്ലി താങ്ക്ഫുൾ ടു അച്ഛൻ. പിന്നെ അച്ഛൻ്റെ ആർട്ട് എന്ന് പറയുന്നത് ഐ കൺസിഡർ ഹിം ദ ബെസ്റ്റ് ആക്ടർ ഐ ഹാവ് എവർ സീൻ. എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. അപ്പോൾ അച്ഛൻ അസുഖം വരുന്നതിന് മുമ്പുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഓരോ ക്യാരക്ടേഴ്സും, അതായത് 86 അച്ഛൻ അസുഖം വന്ന് വീഴുന്നവരെ, ഒരു പ്രിമച്വർ റിട്ടയർമെന്റ് വരുന്നവരെ അദ്ദേഹം ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും എനിക്കിഷ്ടമാണ്.
അതൊരു ഓരോ ക്യാരക്ടർ ഓരോ ടെക്സ്റ്റ് ബുക്കാണ് ആക്ടിങ്. ഈ അച്ഛൻ ആസ് എ പെർഫോമർ പറയുമ്പോഴും ഉത്സവ് പിറ്റേന്ന് വളരെ ഐക്കോണിക് ആയിട്ടുള്ള വർക്ക് ആയിട്ട് ഒരു മേക്കർ അവിടെ അച്ഛനിലെ ഒരു മേക്കർ ക്രിയേറ്റ് ചെയ്തൊരു പീസ് ഓഫ് ആർട്ട് അവിടെ എപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ. എനിക്ക് മുരളിച്ചേട്ടനെ കാണുമ്പോൾ സംസാരിക്കാൻ തോന്നിയിട്ടുള്ളത് ഉത്സവ പിറ്റേ എനിക്ക് സംസാരിക്കാൻ തോന്നിയിട്ടുണ്ട്. സിനിമ കൊണ്ടുപോകുന്ന ഒരു ട്രാജിക്കൽ നേച്ചർ ഉണ്ട്, ഡ്രമാറ്റിക് ആയിട്ടുള്ള പല മൊമെന്റ്സ് ഉണ്ട്, സ്പെഷ്യലി ക്ലൈമാക്സ് എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾക്ക് ശേഷമായി സിനിമ കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, ആളുകൾ ഈ ക്ലൈമാക്സിന് വേണ്ടി സംസാരിക്കുന്നത്, എന്തുമാത്രം ഹോണ്ടിങ് ആണെന്നുള്ളത് കണക്ട് ആവുന്നത് ഈ പ്രൊട്ടഗണിസ്റ്റിന്റെ ഈ എന്താ പറയാ അയാളുടെ മാനസികമായ എല്ലാ പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും കമ്മ്യൂണിക്കേറ്റ് ആവാത്ത സമയം കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആളുകളോട് ഇപ്പൊ എത്താനായിട്ട്. ഉത്സവ പിറ്റേന്ന് കണ്ട ഒരു ഫസ്റ്റ് മെമ്മറി മൊമെന്റ് ഓർമ്മയുണ്ടോ? അന്ന് തിയേറ്ററിലാണ് കണ്ടത്, 88-ലായിരുന്നു. അപ്പോൾ ഉത്സവ പിറ്റേന്ന് റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ കൂടെയാണ്. ചിത്രം അപ്പോൾ ലാലേട്ടന് തന്നെ വേറൊരു മെഗാ ഹിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഉത്സവ പിറ്റേന്ന് ഒരു സക്സസ് ആവും എന്നായിരുന്നു അന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അത് ഇറ്റ് കൊളൈഡഡ് വിത്ത് ദ റിലീസ് ഓഫ് ചിത്രം. ഇറ്റ് വെന്റ് ഓൺ ടു ബിക്കം എ മെഗാ സക്സസ്. ഉത്സവ പിറ്റേന്ന് ഒരു ക്ലാസി ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയാണ് എന്നത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഫിലിമാണത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ആണ് അച്ഛൻ്റെ. ആദ്യം കാണുന്നത് 88 റിലീസ് ഡേയിൽ തന്നെയാണ് കാണുന്നത്. ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോലെ ക്ലൈമാക്സ് അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഭയങ്കര ഒരു നെഗറ്റീവ് ഇത് തരുന്ന ക്ലൈമാക്സ് ആണ്, ഭയങ്കര പെസിമിസ്റ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ആ ഡിസ്കഷൻ ടൈം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ജോൺ പോൾ അങ്കിളും അച്ഛനും കൂടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ അനിയൻ തമ്പുരാൻ മരിക്കണോ എന്ന് പറയുമ്പോൾ മരണം ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലയിലാണ് വരേണ്ടത് എന്നുള്ള ഡിസിഷനിൽ എത്തുകയായിരുന്നു അവസാനം. ഇറ്റ് ഈസ് നോട്ട് ദി എൻഡ്, അതൊരു പോസ് ആണ് എന്നുള്ള രീതിയിൽ അതിനെ കണ്ട് അങ്ങനെ തന്നെ പോകണം എന്ന് ഡിസൈഡ് ചെയ്ത ഒരു എൻഡാണ്. അപ്പൊ അതിന് രണ്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഒരു ബോൾഡ് കൺക്ലൂഷൻ ആണെന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര പെസിമിസ്റ്റിക് കൺക്ലൂഷൻ ആണ്, അതൊരു ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് കൺക്ലൂഷനിൽ എത്തിക്കണം. അത് എല്ലാ സിനിമകൾക്കും എല്ലാ കാലത്തും രണ്ട് അഭിപ്രായങ്ങളും വരും. അത് നമ്മൾ അത്രയും ഇതേ ഉള്ളൂ. എഴുത്തുകാരൻ എന്ന രീതിയിൽ ഈ പറഞ്ഞ തിരക്കഥകൾ എഴുതുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര രസമുള്ളൊരു സ്ക്രീൻ മൊമെന്റ് ആയി തോന്നിയിട്ടുള്ളത് ഒരു കാര്യം ഷെയർ ചെയ്യാൻ തോന്നുന്നത്, ലെഫ്റ്റില് ഉറപ്പായിട്ടും ചെഗുവേറോയും സഹദേവനും തമ്മിലുള്ള മീറ്റിംഗ്. ഈ വണ്ടി തടഞ്ഞു നിർത്തുന്നുണ്ട്, അവിടെ നിന്ന് അലിയാറെ വെറുതെ വിടണമെന്ന് പറയുന്നുണ്ട്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സഹദേവന്റെ ഈ കൗണ്ടർ വരുന്നുണ്ട്. അവിടുത്തെ ഒരു മോണോലോഗ് പോലെ ഇയാളുടെ ഗ്രാൻഡ് പ്രസന്റേഷൻ ആണല്ലോ. ഈ പറഞ്ഞ ഹരീഷ് പാരഡി പൊളിറ്റിക്കൽ ഡയലോഗാണ്. അവിടെ റോയുടെ റിയാക്ഷൻ്റെ ഇടയ്ക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ സഹദേവനാണ് ആ സീൻ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ ഈ കാറ് വരുന്നുണ്ട്, കാറ് പോകുന്നിടത്താണല്ലോ ഇത് തീരുന്നത്. രസമുള്ള കൊറിയായിരുന്നു. ഈ പറഞ്ഞ ഡയലോഗ്സ് ആണെങ്കിലും വിഷ്വലി അതിനെ കൺസീവ് ചെയ്തതും. എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ എഴുത്തിനെ പറ്റിയിട്ടാണ്. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സീൻ എഴുതുമ്പോൾ ഇതിന് എന്ത് ഇമ്പാക്ട് ഉണ്ടാവണമെന്ന് റൈറ്റർ ചിന്തിക്കുന്നത് മുതൽ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ ആളുകൾക്ക് എന്ത് ഇമ്പാക്ട് ഉണ്ടാവുന്നത്, അതാണ് റിസൾട്ടിലോട്ട് എത്തുന്നത്. എന്താ ശരിക്കും ഈ ഒരു സീക്വൻസ് എഴുതുന്ന ഒരു ഇനീഷ്യൽ ഐഡിയ? ആ സീക്വൻസ് ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ ഡയലോഗാണ്, ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഡയലോഗ്. അപ്പോൾ അതൊരു സ്റ്റാലിനിസ്റ്റിക് ഫോഴ്സും ഒരു ലെഫ്റ്റിസ്റ്റും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഇടമാണ്. അപ്പൊ അതിന് ഞാൻ എഴുതുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു താങ്ങുമില്ലാത്തൊരു സ്ഥലം, താങ്ങി നിൽക്കാൻ ഒരു തെങ്ങും കുറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാരി നിൽക്കാൻ ഒരു ചുവരോ ഒന്നുമില്ല. അപ്പൊ അവിടെ യു ആർ ടോട്ടലി ടു യുവർ സെൽഫ്. അങ്ങനെയാണ് രണ്ടുപേരും നിൽക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ആ ഡയലോഗ്. പിന്നെ അതിന്റെ തുടക്കത്തിൽ ആ കാറ് വരുന്ന സീക്വൻസിൽ ഒരു ആംഗിള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അരുൺ വളരെ കൃത്യമായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടിയാൻമെൻ സ്ക്വയറിൽ ടാങ്ക്സ് വന്ന് നിൽക്കുമ്പോൾ ആ ടാങ്കിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ലോൺലി മാൻ എന്ന് പറയുന്ന ഒരു ഇത് കണ്ടിട്ടില്ലേ? പഴയ ടാങ്ക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ അയാൾ ഇങ്ങോട്ട് മാറുന്നു, ഇപ്പുറത്ത് മാറുന്നു, ഇങ്ങോട്ട് മാറുന്നു. അപ്പൊ ആ കോറിയോഗ്രാഫിയെ റിമൈൻഡ് ചെയ്യുന്നത്, അതായത് ഒരു കറക്ഷൻ പോയിന്റ് പോസിബിൾ ആണോ ഐഡിയോളജി, അല്ല ദ വേ ഐഡിയോളജി ഈസ് ഹാൻഡിൽഡ്. അപ്പൊ അതിനെ റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു സീനാണ്. അതായത് എ മാൻ വെയിറ്റിംഗ് ഫോർ യുവർ cavalcade ടു കം. അതിന്റെ മുമ്പിൽ നിന്ന് തടഞ്ഞു നിർത്തിയതിന് ശേഷം ഇറങ്ങി വന്ന് ഉള്ളൊരു ഡയലോഗാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഉണ്ട് അതിനകത്ത്. പിന്നെ അതില് ഇത് എന്താണ്, അതിന് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു സീനാണ്. ഹരീഷ് ക്യാരക്ടർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സീനിൽ. ഇന്ന് പുള്ളിക്ക് കരിയറിൽ ഒരു നെക്സ്റ്റ് ലെവൽ കിട്ടുന്നത് സഹദേവന് ശേഷമാണ്. ലെഫ്റ്റ് പറഞ്ഞത് കൊണ്ട് കണക്ട് ചെയ്യാണ്.
എനിക്ക് നിങ്ങൾ എഴുതിയ ക്യാരക്ടേഴ്സിൽ വട്ട് ചെയ്യാൻ ഭയങ്കര ഓ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ആ ക്യാരക്ടറിന്റെ സ്ട്രക്ചറിങ് ആണെങ്കിലും അയാൾ പോകുന്ന എല്ലാ തരത്തിലുള്ള ഇന്നർ ആൻഡ് മറ്റേ ഔട്ടർ കെയോസ് ആണെങ്കിലും അതെ അത് ഈ ഇന്ദ്രജിത്ത് എന്ന ആക്ടറിൽ ഫിക്സ് ചെയ്യുന്ന മൊമെന്റ്, ആ. ഒപ്പം ഈ ക്യാരക്ടറിന് രസമുള്ള ഒരു ആർക്ക് സെറ്റ് ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സും ഭയങ്കര രസമായി ബിൽഡ് ചെയ്ത് തന്നിട്ട് ഒരു പോയിന്റിൽ നിന്ന് അവരെ പാത്ത് മറന്നു പോകുന്നതായിട്ട്, അപ്പൊ നമുക്ക് ഈ ഇമ്പാക്ട് മിസ്സാവുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ലെഫ്റ്റില് ക്യാരക്ടർ ഡ്രിവൻ സ്ക്രീൻ പ്ലേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായിട്ട് ക്ലോഷേഴ്സ് ഉണ്ട്, ആർക്കുകൾ കംപ്ലീറ്റ് ആണ്. ഇതിനൊരു എക്സ്ട്രാ എഫേർട്ട് ഇല്ലേ സ്പെസിഫിക്കലി വട്ട് ചെയ്യണേ സെറ്റ് ചെയ്യുന്നത്? എല്ലാ ക്യാരക്ടേഴ്സിലും എഫേർട്ട് ഉണ്ട്. പിന്നെ ഇത് ഒരുപാട് ഫാക്ടേഴ്സ് കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെർഫെക്ഷനാണ് ഒരു നല്ല സിനിമ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. ഇന്ദ്രൻ ആസ് എൻ ആക്ടർ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ഭയങ്കര മോൾഡബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നമ്മൾ ചെയ്യുന്നതിനെ വളരെ സ്റ്റുഡിയസ് ആയിട്ട് അത് മനസ്സിലാക്കുകയും അതിനെ ഈ പറഞ്ഞ പോലെ ഇൻഹാബിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ശുഷ്കാന്തിയും അതിനുള്ള സ്കില്ലും ഉള്ളൊരു ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അത് സേഫ് ആയിരിക്കും എന്ന് എനിക്കറിയാം. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. നമ്മളിപ്പോഴും ഈ പെർഫോമൻസുകളെല്ലാം മെൻഷൻ ചെയ്യുന്ന സമയത്തും അധികം ഞാൻ പറഞ്ഞു കേൾക്കാത്ത ഒരു ക്യാരക്ടറാണ് ഭ്രമരത്തിലെ അലക്സ്, ഡോക്ടർ അലക്സ്. അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്തേക്ക് ഉറപ്പായിട്ടും ക്യാരക്ടർ എന്താണെന്ന് അറിയാം. ഇത് മൂന്നാമത്തെ സിനിമയായിട്ട് രണ്ടാമത്തെ സിനിമയായിരുന്നു. ഇനീഷ്യൽ സ്റ്റേജ് ആണ് കരിയറിന്റെ. വളരെ ക്രൂഷ്യൽ ആണല്ലോ. നമ്മളെ സ്ക്രീനിൽ കണ്ട ആളുകൾക്ക് ഇതൊരു കണ്ണിൽ ശീലമാവണം ഈ ആക്ടറെ കാണുന്നത്. അത് നല്ല പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് തന്നെ രണ്ടുപേരോട് കൂടുതൽ പറയും ഇന്നാളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു ഉള്ളത്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യുന്നു, ഒപ്പം വിറ്റ്നസിങ് മോഹൻലാലിന്റെ ലാലേട്ടന്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻസ്, അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അവിടെ നിങ്ങൾ വിറ്റ്നസ് ചെയ്യുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഭ്രമരം ശരിക്കും ഈ പോയിന്റ് റീകളക്ട് ചെയ്യുമ്പോൾ എന്താ ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നത്? ഞാൻ വളരെ റിലക്റ്റന്റ് ആയിരുന്നു അഭിനയിക്കാൻ. അപ്പൊ എന്നെ ശരിക്കും അതിലോട്ട് കോഴ്സ് ചെയ്തതാണ് ബ്ലസ്സിയായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അടുത്ത് വന്നിരുന്ന് ഒരുപാട് സംസാരിച്ച് ചെയ്യണം ആക്ടിങ്ങിലൂടെ. രസികൻ കഴിഞ്ഞിട്ട് അത് സക്സസ് ആവാത്തതുകൊണ്ട് ഇന്ന് കുറെ ആക്ടിങ് ഓഫേഴ്സ് കിട്ടിയിരുന്നു. അപ്പോൾ ഒന്നും എടുക്കാതെ ഞാൻ മിഡിൽ ഈസ്റ്റിൽ പോയി വർക്ക് ചെയ്തു. അപ്പോൾ ബ്ലസ്സിയേട്ടൻ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് എന്നെ കാണാൻ വരുന്നത്, ഇത് ചെയ്യുന്നത്. അഗൈൻ ലാലേട്ടൻ്റെ കൂടെയാണ്. ആ സെക്കൻഡ് കമ്മിങ്ങിൽ ആദ്യത്തെ സെക്കൻഡ് ഫിലിമാണ്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫിലിമും ആണല്ലോ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വളരെ അവിചാരിതമായിട്ട് സംഭവിച്ച ഒരു വരവാണ് തിരിച്ച്. ഞാനൊട്ടും പ്രതീക്ഷയല്ല ഞാൻ തിരിച്ച് സിനിമയിൽ വരും. കാരണം ഞാൻ ജേർണലിസ്റ്റിൽ തിരിച്ചു വന്ന് ജേർണലിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെൻ യു ലവ് സംതിങ് ഡീപ്ലി അത് നമ്മളിലോട്ട് അടുത്ത് വരും തിരിച്ചതിലോട്ട്. അതെ. അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് എല്ലാ ഫിലിമിലും എല്ലാ ക്യാരക്ടറിൻ്റെയും എക്സ്പീരിയൻസ് നമ്മൾ ഫസ്റ്റ് ഫിലിം പോലെയാണ്. എല്ലാ സിനിമയും എല്ലാ ക്യാരക്ടറും ആദ്യത്തെ സിനിമയിലുണ്ട് അതേ നെർവസ്നെസ്സും അതേ ലേണിങ്ങും മാക്സിമം ആ ക്യാരക്ടറിനെ ലേൺ ചെയ്യാനുള്ള എഫേർട്ടും ഒക്കെ ഒരേപോലെയാണ് അന്നും ഇന്നും. ഇതിൽ അന്നും ഇന്നും എനിക്ക് മാറ്റമില്ല. പക്ഷെ നമ്മൾ ക്രാഫ്റ്റ് ലേൺ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടൊക്കെയാണ്. ആ ക്രാഫ്റ്റിന്റെ ലേണിങ്ങും ഒക്കെ തുടങ്ങുന്നത് അതിലാണ്. അപ്പൊ അതൊരു വലിയ വലിയ എന്താ പറയുന്ന ഒരു ബ്ലെസ്സഡ് ബിഗിനിങ്, സെക്കൻഡ് ബർത്ത് ഓൺ സ്ക്രീൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അതിന് ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന്റെ ഫുൾ ക്രെഡിറ്റും ബ്ലെസ്സിയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനിൽ നിങ്ങളുടെ മുന്നിൽ ഇയാൾ തിരിച്ചു വന്ന് മറ്റേ ഔദാര്യം തരുന്ന പോലെ പൊയ്ക്കോ എന്ന് പറയുന്ന, ഉറപ്പായിട്ടും ലാലേട്ടൻ പെർഫോം ചെയ്യുന്ന പോയിന്റ് അവിടെ ഉണ്ട്, ഡയലോഗ് ഡെലിവറി ഉണ്ട്. നിങ്ങളുടെ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിറ്റ് അടിക്കണം. എന്നാൽ ഞങ്ങൾ കാരണം ഇയാളുടെ ഒരു ലൈഫേ തീർന്നു നിൽക്കുന്ന പോയിന്റിൽ നിന്നാണ് നിങ്ങൾ എക്സിറ്റ് അടിച്ചത്. ഇതെല്ലാം ഹിറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് റിട്ടേൺ അടിക്കുന്നത്. ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് എന്തായിരുന്നു മൊമെന്റ്? അല്ല, ഒരു നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നമ്മളെപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ ആക്ടിങ്. ശരിക്കും റിയാക്ഷൻ ആണല്ലോ അവിടെ കൊടുക്കുന്നത്. അപ്പൊ when someone is performing so convincingly in front of you, അപ്പോൾ ലാലേട്ടൻ അത് പെർഫോം ചെയ്താൽ you just have to react as the character to it. അപ്പോൾ it's very easy when such a performance is grand performance നടക്കുമ്പോൾ you just have to react to what he is doing as a character. അപ്പോൾ അത് ചെയ്താൽ മതി. അത് ഹംബിൾ ആയിട്ട് ചെയ്തു എന്നുള്ളത്. ലൂസിഫറിൽ നിന്ന് തുടങ്ങി ഒരു ട്രിലജി, ഇനീഷ്യലി നമ്മൾ നേരത്തെ പ്രീ ഡിസൈൻഡ് ഒരു ട്രിലജി പ്ലാൻ ചെയ്യുന്നു. അവിടെ നിന്ന് 2 ഭാഗങ്ങൾ ഇറങ്ങുന്നു. ഈ സിനിമ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും സിനിമ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്. ചിലപ്പോൾ അത് ആഴ്ചകളുടെ
ഗ്യാപ്പിൽ തന്നെ പുതിയ ഐഡിയകള്, സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ്, റൈറ്റിംഗ് സ്റ്റൈലുകൾ അതെല്ലാം മാറുന്നുണ്ട്. ലൂസിഫർ ചെയ്യുന്ന സമയത്ത്, ഇനീഷ്യൽ ഐഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുരളി ഗോപി, എമ്പുരാനും കഴിഞ്ഞ് ഇപ്പൊ എസ്രയേൽ തോട്ട്സ് കാര്യങ്ങളിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും മുരളി ഗോപി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? സിനിമ കൺസീവ് ചെയ്യുന്ന രീതികൾ മാറുന്നുണ്ടോ? ഈ ട്രിലജി കൺസീവ് ചെയ്യുന്ന രീതികൾ മാറുന്നുണ്ടോ? എങ്ങനെയാണ് കൺസീവിങ്ങിന്റെ രീതികൾ മാറുന്നില്ല. ഓക്കെ, നമ്മളതിന്റെ ടെല്ലിംഗ് പാറ്റേൺസും മാറിയേക്കാം. പക്ഷെ ഫ്രാഞ്ചൈസിന് ഒരു താളവും ഫ്രാഞ്ചൈസിനൊരു പ്രോഗ്രഷനും ഒക്കെ ഫ്രാഞ്ചൈസ് ഓൾറെഡി സെറ്റാണ്. അതിനൊരു സിഗ്നേച്ചർ റിതമുണ്ട്, സിഗ്നേച്ചർ പ്രോഗ്രഷനുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആവണം, അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഓഫ് എനി കൈൻഡ് അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണ്, അതെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇതിനകത്ത് ഞാൻ പുതിയ സെൻസിബിലിറ്റി ഇതാണെന്ന് ഞാൻ ധരിക്കുകയും അതനുസരിച്ച് ഇതിനെ അങ്ങോട്ട് മാറ്റാൻ നോക്കുകയോ അല്ലെങ്കിൽ അതിനെടുത്ത് ഇങ്ങോട്ട് അതൊന്നും ഇന്റൻഷണൽ ആയിട്ടൊന്നും ചെയ്താൽ അത് ആർട്ടിഫിഷ്യൽ ആവും. അപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മളൊരു ഒരു പീരിയഡ് സബ്ജക്റ്റ്, ഒരു 300 years ബാക്ക് ഒരു ടെയിൽ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ ഒരു എന്താ പറയണ്ട ഒരു ഉദാഹരണം എടുത്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിനിമ കണ്ടു, അതിലൊരു ഒരു സ്റ്റൈൽ ഓഫ് നറേഷനുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒബ്സഷൻ എന്നൊരു സിനിമ മെനഞ്ഞാന്ന് കണ്ടൊരു സിനിമ, അതെനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ അത് ബ്രില്യൻ്റ് ആണെന്ന് തോന്നി. ഇപ്പോൾ ഒബ്സഷനിൽ ഞാൻ കണ്ട ഒബ്സഷനിലൊരു ടെക്നിക്ക് ഇതിനെ ഞാൻ എടുത്ത് ഇതിലിടാം എന്ന് പറഞ്ഞാൽ ഈ കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് അതിൽ ബിലോങ് ചെയ്യുന്ന സാധനമല്ല. എവറി സിംഗിൾ ഫിലിം ഇസ് എ സെപ്പറേറ്റ് ഡിഷ് ഓൾ ടുഗദർ. അപ്പൊ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഒന്നിനും കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ എമ്പുരാൻ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇതിന്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ഹൈ ആകുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇതിനൊരു നെഗറ്റീവ് റിവ്യൂസ് വന്ന സമയമുണ്ടായിരുന്നു, അഭിപ്രായങ്ങൾ അങ്ങനെ വന്ന സമയമുണ്ടായിരുന്നു. പലപ്പോഴും അത് വളരെ ക്രൂരമായ സമയമുണ്ട്, രൂക്ഷമായ സമയമുണ്ട്. എല്ലാത്തിനും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ എല്ലാത്തിനും ഇവിടെയുണ്ട്. അത്തരം സന്ദർഭങ്ങളിലെ അതൊരു റൈറ്ററെ ഹിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ അത്രയും ടൈമാണല്ലോ ഓരോ വരികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ടാണ് വിഷ്വലി അത് കൺസീവ് ചെയ്ത് വരുന്നത്. എൻഡ് ഓഫ് ദി ഡേ വൺസ് ഇത് തിയേറ്ററിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു റെസ്പോൺസ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത്തരം സന്ദർഭങ്ങൾ എങ്ങനെ ഹിറ്റ് ചെയ്യുന്നത്, അതിന്റെ തരണം ചെയ്യുന്ന പ്രോസസ് എന്താ? ഞാൻ ഇതിനു മുമ്പും അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പൊ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് വന്നപ്പോൾ അന്നൊരു ഇപ്പൊ നമ്മളൊരു പാർട്ടിസാൻ ഇതാണെന്ന് പറയുകയും ഒരു ഗ്രൂപ്പ് നമ്മളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. എമ്പുരാൻ വന്നപ്പോഴും അതുണ്ടായി. വേറൊരു എക്സാക്ട് ഓപ്പോസിറ്റ് ആംഗിളിൽ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പിന്നെ ഒരു റൈറ്ററിന് ചെയ്യാൻ പറ്റുന്നത് വൺസ് ദ വർക്ക് ഈസ് ഡൺ ആൻഡ് ഗിവൺ ടു ദ പബ്ലിക്, ടു ദ വ്യൂവർ, you respect whatever he is saying. He can like it, he can dislike it. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഫിലിം ഇസ് ദയർ, ഇറ്റ് ഈസ് സ്പീക്കിംഗ്. അത് സംസാരിക്കുന്നുണ്ട്, സിനിമ സംസാരിക്കുന്നുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മൾ തൊഴുകയോടെ അതും സ്വീകരിക്കാൻ ബാധ്യസ്ഥ. രണ്ടിലും താഴെ പോകാനോ അഭിനമിക്കാനോ പാടില്ല. ഡെസ്പറേഷനിലോട്ടും പോകാൻ പാടില്ല, എക്സ്റ്റസിയിലോട്ടും പോകാൻ പാടില്ല, യൂഫോറിയയിലോട്ടും പോകാൻ പാടില്ല. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വലിയ ബോക്സ് ഓഫീസ് ഫെയിലിയറിലൂടെയാണ്, രസികനിൽ. അപ്പോൾ അന്ന് തൊട്ട് എനിക്കിത് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ എന്തെല്ലാം തരം റിയാക്ഷൻസ് വരാം. വെൻ യു സ്റ്റാർട്ട് യുവർ കരിയർ വിത്ത് എ ബിഗ് ഫെയിലിയർ, നമ്മൾ വലിയ വിജയങ്ങളിലും വലിയ തോൽവികളിലും ഒന്നും അങ്ങനെ മൂഡ് ആവില്ല. ബട്ട് ഡെഫിനറ്റ്ലി അത് അഫക്റ്റ് ചെയ്യും. അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് ഒരു കളവായിരിക്കും. അത് ചെയ്യും. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഈ പറഞ്ഞ പോലെ അബ്സല്യൂട്ട് ഹ്യൂമിലിറ്റി ബോത്ത് ഇൻ ദ ഫേസ് ഓഫ് എക്സ്ട്രീം സക്സസ് ആൻഡ് ക്രിറ്റിസിസം. അത് ഒരു റൈറ്റർ അല്ല ഏതൊരു ആർട്ടിസ്റ്റും സ്വായത്തമാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞത് സ്വായത്തമാക്കാന്നുള്ളത് അച്ചീവ് ചെയ്തെടുക്കാനുള്ള സമയം പലർക്കും പലതായിരിക്കും. അല്ല, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് സ്പിരിച്വാലിറ്റി, ഒരു ആത്മീയത ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റൂ. കാരണം അൾട്ടിമേറ്റ്ലി നമ്മളോ ഈ പറയുന്നവരോ ഈ വർക്കോ ഇതിനൊക്കെ ഒരു സ്പെസിഫിക് ടൈം ഉണ്ട്. ഒരു എക്സ്പയറി ഡേറ്റ് ഉള്ളതാണ് എല്ലാം. മനുഷ്യനും മനുഷ്യന്റെ അഭിപ്രായത്തിനും മനുഷ്യന്റെ ക്രിയേറ്റീവ് വർക്കിനും എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പൊ അതാണ് സത്യമെന്നിരിക്കെ നമ്മൾ കൂടുതൽ വ്യസനിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമില്ല.
സന്തോഷിക്കും. അതെ, ഒരു റിലീഫാണ് വരിക. എപ്പോഴും ഒരു പടം സക്സസ് ആകുമ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്നു, എല്ലാവരും കാണുന്നു എന്നുള്ളൊരു റിലീഫാണ് വരുന്നത്. മറ്റത് വരുമ്പോൾ അതങ്ങനെയാണ്, സം പീപ്പിൾ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, ദാറ്റ്സ് എ ഫാക്ട്. അത് ഇത് നമ്മൾ ചെയ്യുന്നതല്ല ഇഷ്ടപ്പെട്ടോളണം ഇല്ല. ഇസ്രായേൽ ഉടനെ ഉണ്ടോ പ്ലാനുകളാണ്? അത് നാച്ചുറലി ഒരു തേർഡ് ഫിലിം ഉള്ളതാണ് അതിന്റെ ട്രിലജിയിൽ. അത് സമയം വരുമ്പോൾ അത് ഉണ്ടാവും. അതിലും പുതിയ ലോകവും ഓൾറെഡി ഒരു വേൾഡ് സെറ്റാണ്. ദ കംപ്ലീറ്റ് ഐഡിയ അത് മുഴുവൻ എൻ്റെ തലയിലുണ്ട്. അത് ഓൾറെഡി സെറ്റാണ്. അതിന്റെ സമയത്ത് അത് ഉണ്ടാവും. ഈ സിനിമ ഒരു ആഗ്രഹமான സമയത്ത് അല്ലെങ്കിൽ സ്വപ്നமான സമയത്ത് അഭിനയം എന്നത് തുടക്കം മുതൽ ഇതിന്റെ പാർട്ടായിരുന്നു. ഇതിലൊരു ഈ പറയുന്ന പോലെ ഒരു ഇഗ്നൈറ്റ് ചെയ്യുന്ന ഫാക്ടറായിട്ട് സിനിമയുടെ കാര്യത്തിൽ അഭിനയം എപ്പോഴും ഉണ്ടായിരുന്നു? അഭിനയം എനിക്ക് ഭയങ്കര തിക്ക് ഗ്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ. അപ്പ് അണ്ടിൽ ഐ വാസ് 30s, in my 30s, early 30s. അപ്പോഴാണ് ഈ ലാസിക് ഇത് വരുന്നത്, റെവല്യൂഷൻ, ഓഫ്തൽമോളജി റെവല്യൂഷൻ. അപ്പോൾ അത് കാരണം അന്നത്തെ ബൗൺസിങ് ലൈറ്റ്സും നമ്മൾ ഗ്ലാസസ് വെച്ചാൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഐ നെവർ തോട്ട് ഓഫ് ബീങ് ആൻ ആക്ടർ, ബട്ട് ഐ ആക്ച്വലി ഒബ്സർവ്ഡ് ആക്ടിങ്. സിനിമ പണ്ടേ പാഷനായിരുന്നു. കാരണം എല്ലാ കലകളും മേളിക്കുന്ന ഒരു എല്ലാ കലകളുടെയും മേളനമാണല്ലോ സിനിമ. അപ്പോൾ നാച്ചുറലി യു ഗെറ്റ് അട്രാക്റ്റഡ് ടു ഇറ്റ്. എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, എനിക്ക് ലിറ്ററേച്ചർ ഇഷ്ടമായിരുന്നു. അപ്പോൾ നാച്ചുറലി സിനിമ ബിക്കം എ ഫേവറേറ്റ് ടോപ്പിക് ആൻഡ് ഫേവറേറ്റ് ഫീൽഡ്. പക്ഷെ ആക്ടിങ്ങിന് ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ബട്ട് ഐ യൂസ് ടു മിമിക് പീപ്പിൾ, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു വീട്ടിലേക്ക്. അങ്ങനത്തെ ഒരു മുരളി ഗോപി സൈഡ് അതെ, അങ്ങനെ ചെയ്യായിരുന്നു. അവിടുന്ന് രസികൻ വരുന്ന സമയത്തേക്ക് അതിൽ ഈ പറഞ്ഞ എഴുത്തിന്റെ ഒപ്പം തന്നെ കാളഭാസ്കരനായിട്ട് അഭിനയിക്കേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. ഈ തീരുമാനങ്ങൾ വെച്ച് ചോദിച്ചാൽ കേട്ടാ കൊള്ളാവുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഭയങ്കര പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ലൈഫ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പോലെ തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങളുടെ ക്വിക്ക് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എൻറ്റയർ നമ്മുടെ ഈ ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നത് എല്ലാം മാറി മറയുന്നത്. എന്താ ശരിക്ക് ഈ രസികന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ സമയത്ത് ഇതിന്റെ എഴുത്ത്, ഇതിൽ ക്യാരക്ടർ പെർഫോം ചെയ്യണം, അങ്ങനെ തോട്ട്സ് ഉണ്ടായിരുന്നു? ഇതെല്ലാം ഇങ്ങനെ ഹാപ്പൻ സ്റ്റാൻസിൽ സംഭവിച്ചിട്ടുള്ളതാണ്. സെറൻഡിപ്പിറ്റി എന്ന് പറയില്ല, അതാണ്. ലാൽ ജോസ് ഞാൻ കണ്ടുമുട്ടുന്നതും ആസ് എ ജേർണലിസ്റ്റ്, ഞാൻ ഹിന്ദുവിലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഇന്റർവ്യൂവിന്റെ ഇതിലായിരുന്നു കണ്ടുമുട്ടിയത്. ഞങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം കെപ്റ്റ് ഇവോൾവിങ് എന്നുള്ളതേ ഉള്ളൂ. അത് അല്ലാതെ ഒന്നും പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. ബട്ട് ഇഫ് യു ആർ ഡീപ്ലി പാഷനേറ്റ് അബൌട്ട് സംതിങ്, there is a kind of energy that draws you towards it, or it getting drawn towards you. അപ്പോൾ അത് സംഭവിച്ചു എന്ന് വേണം കരുതാൻ. ഈ കാളഭാസ്കരൻ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ളത്, ക്ലൈമാക്സിൽ ഇയാളുടെ കംബാക്ക് ഉണ്ടല്ലോ, ആ സമയത്ത് ഈ കഥന പൊട്ടുന്നതിനൊപ്പം നടന്നു പോകുന്നത്, അത് പണ്ട് തൊട്ടേ കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ ടീമിലുള്ളവരടക്കം മുരളിഗോപി ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് അത് ചോദിക്കണം എന്നായിരുന്നു. ഇത്ര അടുത്തോടെ ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറസ് ഷോട്ട് ആയിരുന്നു. അത് ഗ്രാഫിക്സും അങ്ങനൊന്നും, കഥനയുടെ ഒരു വരിയുടെ അടുത്തുകൂടെ നടക്കുന്നത് എഴുതി വെച്ചു, അത് ചെയ്തു എന്നുള്ളതാണ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. പിന്നെ ആലോചിക്കുമ്പോ പോസിബിലിറ്റി ഇല്ലല്ലോ. ഇല്ല. മാത്രമല്ല അത് ചിലപ്പോൾ ചരിഞ്ഞു കത്തും, വീണ് പൊട്ടും. അപ്പൊ കുറെ സ്പ്ലിൻഡേഴ്സ് കാലിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. വരാൻ പോകുന്നതിൽ അനന്തം കാട് ഉടനെ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ടീച്ചറിൽ തന്നെ ഇതിന്റെ സ്കെയില് കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ സിനിമയിൽ വരുന്നുണ്ട്. ആക്ഷൻ, പീരിയഡ് എല്ലാം വിഷ്വലി വളരെ പ്ലീസിങ് ആണ്. ഇപ്പോൾ സ്പോയിലർ ഫ്രീ ആയിട്ട് അനന്തം കാടിനെ കുറിച്ച് എന്താ പറയാൻ സാധിക്കുന്നത്? അനന്തം കാട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ ഒരു ഏൻഷ്യൻ നെയിമാണ്. അനന്തം കാട് എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ആ ഒരു തരത്തിലുള്ളൊരു തിരുവനന്തപുരം ബേസ് ആയിട്ടുള്ള ഒരു മലയാളം സിനിമയാണത്. അതിൽ തമിഴ് ആസ്പെക്ട്സ് ഉണ്ട്, തമിഴ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്യുന്നത്. പിന്നെ ഒരു ഗ്രാഫിക് നോവലിന്റെ ഒരു സ്റ്റൈലിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. മേക്കിങ്ങും അതിനനുസരിച്ചുള്ള ഒരു ഇതാണ്. ഗ്രാഫിക് നോവൽ നെറേറ്റീവ് ആണ് അതിന്റെ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. അതിൽ അഗൈൻ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ആര്യയാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ ഞാനുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, ദേവ്മോഹൻ, അപ്പാനി ശരത്, നിഖില വിമൽ, ശാന്തി ബാലചന്ദ്രൻ, വിജയരാഘവൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് വലിയൊരു കാസ്റ്റുള്ള സിനിമയാണ്. ആഫ്റ്റർ എമ്പുരാൻ എഴുതിയത് ഇതാണ്. ഈ എമ്പുരാൻ നടക്കുമ്പോഴേ ഇത് പാരലലി ഷൂട്ട് നടക്കുകയായിരുന്നു. അതിന്റെ ഒരു ലെഗ്, ഒരു ഷെഡ്യൂൾ. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തേക്ക്
അതിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ഇതിലോട്ട് പെർഫെക്റ്റ് കാസ്റ്റ് മാച്ച് ചെയ്യാന്നുള്ളത്, അതിൽ ശരിക്ക് ഇപ്പൊ പലപ്പോഴും ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എടുക്കുന്ന എഫേർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. റൈറ്റർ സാറ്റിസ്ഫാക്ഷൻ ശരിക്കും എവിടെയാ വരുന്നത്? അങ്ങനെ ഉണ്ടോ സാറ്റിസ്ഫാക്ഷൻ? ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് ശരിക്കും സ്റ്റാർ പവറിൽ ഒരുപാട് ചിലപ്പോൾ കാസ്റ്റിംഗ് മിസ്കാസ്റ്റ് വരും. സ്റ്റാർ പവർ നോക്കി ചിലപ്പോൾ ചില കാസ്റ്റിംഗ് അത് നമ്മൾ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളൊരു ഇന്ത്യൻ ഇൻഡസ്ട്രീസിൽ പൊതുവേ ഉള്ളതാണ്. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ കാസ്റ്റിംഗ് കറക്റ്റ് കാസ്റ്റ് വരണം എന്നുള്ളത് ഒരു കഥാപാത്രം തന്നെ കരഞ്ഞു വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്. കറക്റ്റ് കാസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് അത് റൈറ്റ് എന്നുള്ള നിലയിൽ ഞാൻ വളരെയധികം ബോധവാനായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വളരെയധികം കാസ്റ്റിംഗിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. കറക്റ്റ് കാസ്റ്റ് വരണം എന്നുള്ളത്. ഈ അനന്തക്കാട് പോലെ തന്നെ വരവ് വരുന്നുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഷാജി കൈലാസ് ഫ്രെയിം, ഷാജി കൈലാസ് സിനിമ, ഷാജി കൈലാസ് ആക്ഷൻ കട്ടിന്റെ ഇടയിൽ പെർഫോം ചെയ്യാന്നുള്ളത് കണ്ടു വളർന്ന സിനിമകളിൽ ഷാജി കൈലാസ് സിനിമകളുണ്ട്. ഈ പറഞ്ഞ സ്കെയില്, പുതിയൊരു സ്കെയില് പരിചയപ്പെടുത്തി തന്നത് ഷാജി കൈലാസ് സിനിമകളാണ്. എന്താ ശരിക്ക് ഡേ 1 ലൊക്കേഷനും ആ സിനിമയുടെ പാർട്ടായിട്ട് പെർഫോം ചെയ്യാന്നുള്ളത്? അദ്ദേഹത്തിന്റെ ജോണർ ഓഫ് ഫിലിംസിൽ അദ്ദേഹം ഒരു മാസ്റ്ററാണ്. അപ്പോൾ ഒരു മാസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന്റെ എല്ലാ സുഖവും ഉണ്ടായിരുന്നൊരു സെറ്റായിരുന്നു വരവിൻ്റെ. ഷാജിയേട്ടൻ്റെ നേരത്തെ ഉള്ള 2-3 പടങ്ങളിൽ നിന്ന് ഇൻവൈറ്റ്സ് കിട്ടിയിട്ടുണ്ട് അഭിനയിക്കാൻ. അപ്പോൾ ആ ഓഫേഴ്സ് എനിക്ക് ആ സമയത്ത് എഴുത്ത് കാരണവും ബാക്കി ഇത് കാരണവും ഷെഡ്യൂൾസ് കാരണവും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാനിത് എന്ത് വന്നാലും ഇത് ഈ ഓഫർ വന്നപ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചൊരു ഫിലിമാണ്. അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഹി നോസ് വാട്ട് ഹി വാണ്ട്സ്. അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ ഷോട്ടോ ഒരു ആക്ടറിന് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഷാജിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. കാരണം ഹി നോസ് ഹിസ് ജോബ്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഹീസ് എ മാസ്റ്റർ അറ്റ് ഇറ്റ്. അദ്ദേഹത്തിന്റെ കൈൻഡ് ഓഫ് ഫിലിം മേക്കിങ്ങിൽ അദ്ദേഹം മാസ്റ്ററാണ്. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഒരു മെയിൻ സ്ട്രീം മാസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യാം. പലപ്പോഴും സിനിമകൾ, ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തേക്കും ആളുകൾ പറഞ്ഞത് ഈ പടത്തിന്റെ ഇൻസ്പിറേഷൻ ആണ്, ഇത് കോപ്പി കാറ്റാണ്. ആ രീതിയിൽ ഇപ്പോൾ ആളുകൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ ഡോർസ് എല്ലാം വൈഡ് ഓപ്പൺ ആയതുകൊണ്ട് അത്രയും സിനിമകൾ കാണുന്നുണ്ട്, ആളുകൾക്ക് സിമിലാരിറ്റീസ് കാണുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ കോപ്പി ചെയ്യുന്നുണ്ട്, ഇൻസ്പയർഡ് ആവുന്ന സിനിമകൾ കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാവാം. ശരിക്കൊരു എന്താ പറയുക, ഒരു ഓഡിയൻസിന് മുന്നിലോട്ട് ഒരു സിനിമ പുതിയത് വരുന്ന സമയത്തേക്ക് ഒറിജിനൽ സ്റ്റോറി സ്വഭാവം അല്ലാതെ ഞാൻ കോമൺ കളക്റ്റീവിൽ ചോദിക്കുന്നതാണ്, റൈറ്റേഴ്സിനുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരിക്കും? കാരണം ഇതിലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാന്നുള്ളത് ചിലപ്പോൾ പക്ഷേ ഇതിന്റെ കഥയായിരിക്കാം ഫ്രഷ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പ്ലേ ആയിരിക്കാം, ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറീസ് ആയിരിക്കാം, വാട്ട് എവർ. ആളുകൾക്ക് ഇതിലൊരു ഫ്രഷ് വ്യൂയിങ് എക്സ്പീരിയൻസ് വേണം. ഈ എക്സ്പീരിയൻസ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് കിട്ടണം. അങ്ങനെ ഒരു ചലഞ്ച് ശരിക്കും റൈറ്റർക്ക് ഓരോ സ്ക്രീൻ പ്ലേയിലും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അഗൈൻ ഫോഴ്സ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ജെന്യുവനായിട്ടൊരു തോട്ട് വന്നാൽ ആ തോട്ടിനെ ഫോളോ ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ വേറെ ചിന്തയിലോട്ടും പോകേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ കൺസ്ട്രൂ ഇങ്ങനെ കാണുമോ, ഇങ്ങനെ ഇതിനെ തെറ്റിദ്ധരിക്കുമോ, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊരു ജെന്യുവൻ തോട്ടാണെങ്കിൽ നാച്ചുറലി അതിന്റെ ബാക്കി പാത്തും ജെന്യുവൻ ആയിരിക്കും. അങ്ങനെ വിശ്വസിച്ച് പോകാനേ പറ്റും. ഈ വരവിലോട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് അതിൽ രസമുള്ള കാര്യം തോന്നിയത്, ജോജു ജോർജ് അവിടെയുണ്ട്, മുരളി ഗോപി ഉണ്ട്. ഇതിൽ ഉറപ്പായിട്ട് ഷാജി കൈലാസ് പടാകുമ്പോൾ അടി ഇടി എല്ലാം ഉണ്ട്. ഇപ്പോൾ കരിയറിലെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആക്ട് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഈ പറഞ്ഞ മിക്കതിലും ഫൈറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ഈ കെയോസ്, കോൺഫ്ലിക്ട്സ്, ഇതിലെല്ലാം ഒരുപടി എക്സ്ട്രാ എന്നുവെച്ചാൽ എല്ലാ തവണയും അതിൽ റിപ്പീറ്റഡ്ലി പോയിട്ടുണ്ട്, പല രീതിയിൽ പല ക്യാരക്ടർ സ്വഭാവത്തിൽ. വരവിൽ സ്പെസിഫിക്കലി വരുമ്പോൾ ഈ ഷാജി കൈലാസ് ഫോർമാറ്റ് സിനിമ എന്ന് പറയുമ്പോഴും അതിൽ ഈ പറഞ്ഞ പോലെ സീക്വൻസ് ബിൽഡിങ് അതൊരു മാസ് അപ്പീലിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം, ഈ സെറ്റ് പീസുകൾ വെച്ച് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, അതിന്റെ ഒരു ക്ലോഷർ പോലെ ഒരു ഫൈറ്റ് ആയിരിക്കാം. ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണോ, അതിലൊരു വേറെ തന്നെ ഹൈ, അതായത് നമ്മൾ കണ്ട് വളർന്ന സിനിമ സെറ്റിങ്ങിൽ നമ്മൾ പ്ലേസ്ഡ് ആകുമ്പോൾ ഒരു എനിക്ക് എല്ലാ ജോണർ ഫിലിംസും എനിക്ക് ഇഷ്ടമാണ്. എല്ലാ ജോണർ ഫിലിംസിലും അതിൻ്റെതായ ക്ലാസിക്സ് ഉള്ള. അപ്പൊ അദ്ദേഹം അതിൻ്റെ ഒരു മാസ്റ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനൊരു സ്ഥലത്ത് അങ്ങനൊരു സെറ്റപ്പിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഈ ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും എനിക്ക് രസമുള്ള കാര്യം തോന്നിയിട്ടുള്ളത്, ഇതിൽ ഫൈറ്റ് ചെയ്യുന്നു എന്നാൽ അടി കൊള്ളുന്നില്ല, കൊടുക്കുന്നില്ല. പക്ഷെ ഇത് കാണുന്നവർക്ക് അടി കൊണ്ടതായിട്ടും തോന്നണം, കൊടുക്കുന്നതായിട്ടും തോന്നുകയും വേണം. ആക്ഷൻ, അതിൽ പെർഫോമൻസ്, അതിൽ ഈ പറഞ്ഞ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇഞ്ചുറി എന്താണ് വളരെ ചാൻസ് ഉള്ളതാണ് ടൈമിംഗ് തെറ്റിയാലൊക്കെ. അപ്പൊ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഇപ്പൊ അമിതാഭ് ബച്ചൻ, കൂലി ആക്സിഡന്റ്, ടൈമിംഗ് തെറ്റിയിട്ടുള്ള ഇടി, ഭയങ്കര ഫേറ്റൽ ആയിട്ടുള്ള നിയർ ഫേറ്റൽ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ്.
ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് വേൾഡ് സിനിമയിൽ തന്നെ. ബ്രാൻഡൻ ലീ ആക്ഷൻ സീക്വൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ഷൻ സീക്വൻസസ്. അപ്പോൾ ആക്ഷൻ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം എനിക്കിഷ്ടമാണ് ആക്ഷൻ ചെയ്യാൻ. ആക്ഷൻ വേറൊരു ഭയങ്കര ത്രില്ഡാണ് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ. കാറ്റിൽ ലെഫ്റ്റിലുണ്ട് ഫ്ലാഷ് ബാക്ക് സീക്വൻസ്. പിന്നെ താപ്പാന അതെ പ്രതലത്തിലുണ്ട്. ഇഷ്ടമാണ് അത് ചെയ്യാൻ. ഈ താപ്പാന പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച കാര്യം എനിക്ക് ഭയങ്കര രസമായി തോന്നിയത്. മമ്മൂക്ക ഈ താപ്പാന റിലീസ് ആവുന്ന സമയത്ത് ഒരു ടെലിവിഷൻ ചാനലിലെ ഒരു ഇന്റർവ്യൂവിലും സംസാരിക്കാൻ പറയുന്നുണ്ട്, മുരളി അയാളുടെ അച്ഛനെ പോലെയാണ് ചില സമയത്ത് അയാളെ കാണുമ്പോൾ. പിന്നെ ഇയാള് കണ്ണ് വെച്ച് നന്നായി പെർഫോം ചെയ്യും. പലർക്കും അറിയില്ല കണ്ണാണ് ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ആ പൊട്ടൻഷ്യൽ അറിയാത്ത ആളുകളുണ്ട്, പക്ഷെ ഇയാൾക്ക് അത് നന്നായി ഉപയോഗിക്കറിയാം. ഒരു ആക്ടർ ഒരുമിച്ച് ലൊക്കേഷൻ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഒബ്സർവ് ചെയ്തിട്ട് മമ്മൂക്കയാണ് അവിടെ അത് ഡെലിവർ ചെയ്യുന്നത്. ഈ അത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ മമ്മൂക്ക ആസ് എൻ ആക്ടർ മമ്മൂക്കയെ ഒരു ലൊക്കേഷൻ ഒരുമിച്ച് പെർഫോം ചെയ്ത് വിറ്റ്നസ് ചെയ്തത് അല്ലാതെ മമ്മൂക്കയെ കാണുന്നുണ്ട്. ഒരു മമ്മൂട്ടി പടം എന്നുള്ളത് പലപ്പോഴേ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ചോദ്യമാണെന്ന് അറിയാം. എന്താ ശരിക്കും മമ്മൂട്ടി ഫാക്ടർ, എം ഫാക്ടർ എന്തായിരിക്കും മുരളി ഗോപിയുടെ ലൈഫിൽ? എനിക്ക് വളരെയധികം ഇഷ്ടവും റെസ്പെക്റ്റും ഉള്ള ഒരു ആക്ടറാണ് മമ്മൂട്ടി സാർ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ആക്ടിങ് ഒബ്സർവേഷൻ പറഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ ഒരു ഓണറാണ്. കമ്മിങ് ഫ്രം ഹിം ഇറ്റ് ഇസ് സെക്കൻഡ് ടു ആൻ അവാർഡ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യണം ആസ് എ റൈറ്റർ എന്നുള്ളത് എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അതിനുള്ള തക്കതായൊരു ഇത് വരാണെങ്കിൽ ചെയ്യണം എന്നുണ്ട്. നമ്മൾ പിരിയാൻ സമയത്തേക്ക് ഈ ദൃശ്യം 3യുടെ ഒരു പോസ്റ്റ് റിലീസ് ടൈമാണ്. ഈ സിനിമയ്ക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ പോലെ തന്നെ ബാസ്റ്റിനും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ കുറിപ്പുകൾ മുതൽ എല്ലാവരിലും പ്രിയപ്പെട്ട ക്യാരക്ടറായി മാറുന്നുണ്ട് ബാസ്റ്റിൻ. എനിക്ക് ചോദിക്കാനുള്ളത്, ദൃശ്യം 1 ഇറങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടും കണ്ടിട്ടുള്ള ആളായിരിക്കും ഇതിന്റെ ഈ ട്വിസ്റ്റ് ടേൺ, ഇതിന്റെ ഹൈ, ഒപ്പം നീ പറഞ്ഞ ഫാമിലി ഇമോഷണൽ ഡ്രാമ ബിൽഡ് ചെയ്തത്, അതെല്ലാം കാണുന്ന സമയത്ത് അന്ന് മുരളി ഗോപി ഈ ഫ്രാഞ്ചൈസിയുടെ പാർട്ടല്ല. അവിടെ നിന്ന് ദൃശ്യം 2 അഭിനയിക്കുന്നു, 3 ഈ മുരളി ഗോപി ആസ് എ ഒരു സിനിമ പ്രേക്ഷകൻ ദൃശ്യത്തിന്റെ ജേർണി ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, അതർ ദാൻ ബീയിങ് പടത്തിലൊരു ആക്ടർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ദൃശ്യത്തെ കണ്ടിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം ഇതിന്റെ പല ഭാഗങ്ങൾ ഇപ്പൊ ഒരു പാർട്ടാവുന്നു. അല്ലാതെ തന്നെ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്തത്, അതിന്റെ ഒരു ഗ്രോത്ത്, അതിനിട്ടുന്ന ആക്സെപ്റ്റൻസ്, പിന്നെ റീമേക്സ്, എല്ലാ തരത്തിലും സിനിമയെ വലുതാക്കിയിട്ടുണ്ട്, ഇൻഡസ്ട്രി വലുതാക്കിയിട്ടുണ്ട് ദൃശ്യം. എന്തായിരുന്നു ശരിക്കും അത്? ദൃശ്യം കാണുമ്പോൾ ആസ് എനി അതർ പേഴ്സൺ അത് വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ അതൊരു ഫ്രാഞ്ചൈസ് ആയിട്ട് ശരിക്കും ജീത്തു പോലും കൺസീവ് ചെയ്യാത്തൊരു സാധനമാണ്. സെക്കൻഡിന്റെ ഒരു തോട്ട് വന്നപ്പോൾ അത് ചെയ്തു, അതുപോലെ തേർഡിന് ഒരു തോട്ട് വന്നപ്പോൾ ചെയ്തതാണല്ലോ ജിത്തു പറഞ്ഞത്. അപ്പൊ അതിനൊരു കണ്ടിന്യൂം ഉണ്ടോ എന്നുള്ളത് ജിത്തുവിന് പോലും അത്ര ഷുവർ ആയിരുന്നില്ല. അല്ലല്ല, അതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിം ആയിട്ടാണല്ലോ ദൃശ്യം ചെയ്തത്. പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഒരു തോട്ട്, ഒരു ആപ്റ്റ് തോട്ട് വന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞ് തേർഡിന് ഒരു ആപ്റ്റ് തോട്ട് വന്നു, അങ്ങനെ ചെയ്തു എന്നാണ് അതിന്റെ ക്രിയേറ്റർ പറയുന്നത്. സോ ഞാനതിനെ ദൃശ്യം 2 അതിന് ഓഫർ വരുന്നത് വരെ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല, വെദർ ഐ വുഡ് ബി പാർട്ട് ഓഫ് ദാറ്റ് എന്നുള്ളത്. അങ്ങനെ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാറില്ല. നമ്മള് കയ്യിൽ വരുന്ന സാധനങ്ങൾ ചെയ്യാന്നുള്ളത്. അതിൽ ദൃശ്യം 2 തന്നെ പറയുമ്പോൾ എപ്പോഴും ഈ ക്ലൈമാക്സ് പോർഷനിൽ ഈ പറഞ്ഞ ചെയിൻ റിയാക്ഷൻ പോലെ ഇതിങ്ങനെ റിവീൽ ചെയ്ത് എല്ലാം വരുന്നു. ആ സമയത്ത് ബാസ്റ്റിന്റെ റിയാക്ഷൻസിൽ ഹുക്കുകളുണ്ട്. പലപ്പോഴും ഡയലോഗ് പറയുന്നില്ല, പുള്ളി ഫോൺ എടുത്ത് വെക്കുന്നത് മുതല് പുള്ളി ഇത് കേൾക്കുന്നത്, ഈ സായികുമാർ ഏട്ടന്റെ നരേഷനിൽ ഇയാൾ ഹുക്ക്ഡ് ആവുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആക്ടറുടെ അടുത്ത് ബ്രീഫ് ചെയ്യുന്ന സമയത്തേക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണല്ലോ ആവശ്യപ്പെടുന്നത്. ആ റിയാക്ഷൻ ഇതാണ് ആ മീറ്റർ, ഇതാണ് ആളുകൾ കണക്ട് ആവാൻ പോകുന്നത്, ആളുകൾ എക്സൈറ്റഡ് ആവാൻ പോകുന്നത്. അങ്ങനെ ഒരു റിയാക്ഷൻ തലയിലൊരു ഐഡിയ ഫോം ചെയ്ത് പെർഫോം ചെയ്തെടുക്കുക എന്നുള്ളത് ഡീപ്പായിട്ട് നമ്മുടെ മുമ്പിലുള്ള സ്ക്രിപ്ച്വൽ ഡീറ്റെയിൽ അത് സ്റ്റഡി ചെയ്യുക. പിന്നെ അത് ഉണ്ടാക്കിയ ആളുമായിട്ട് അതിന്റെ ക്രിയേറ്ററുമായിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് സംസാരിക്കുക. നമ്മുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അതിപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നും, അത് ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ അതിനൊക്കെ വളരെ കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ദൃശ്യത്തിന്റെ കാര്യത്തിൽ. എൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് വിത്ത് ജിത്തു. അപ്പോൾ എൻ്റെ ഇംപ്രവൈസേഷൻസ് പറയുമ്പോഴും എൻ്റെ സജഷൻസ് പറയുമ്പോഴൊക്കെ വളരെ വളരെ ഓപ്പൺ ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കി അതിനെ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് അതിന്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കി അതിന്റെ ന്യൂവൻസിങ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെയാണ്. പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കണം, പക്ഷെ പരീക്ഷയുടെ തലേദിവസം നന്നായിട്ട് ഉറങ്ങണം എന്ന് പറയും. കാരണം ഇതൊരു സ്പോണ്ടേനിറ്റിയിലാണ്, ആ മോമെന്റിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ്
അത് നമ്മുടെ ഈ പ്രിപ്പറേഷനെ റിഫ്ലക്ട് ചെയ്യും എന്നേ ഉള്ളൂ. മനസ്സിലായി. അതിന് നമുക്ക് ഇന്നത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ആക്ടിങ്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം നമ്മൾ ലേൺ ചെയ്തു, എല്ലാ സംശയങ്ങളും ചോദിച്ചു, എല്ലാ ഇംപ്രൊവൈസേഷൻസും ഡിസ്കസ് ചെയ്തതിനു ശേഷം once the camera is turned on, you just allow the character to come from within you, that's it. ആദ്യ സീൻ എന്നുള്ളത് ഏത് സ്ക്രിപ്റ്റ് ആണെങ്കിലും ഫസ്റ്റ് സീൻ എഴുതുക എന്നുള്ളത് അത് പല രീതിയിലായിരിക്കും കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് എഴുതുന്നത് വളരെ ടൈം എടുത്ത് ആലോചിച്ച് ഹുക്ക് ഫസ്റ്റ് സ്ക്രീനിലെ വിഷ്വലിൽ ആളുകളെ ഹുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ പാർട്ടാന്ന് അവർക്ക് തോന്നുക, ഈ ജേർണിയിൽ, ഈ ലൈഫിൽ, വിഷ്വലില്, വേൾഡില് എൻ്റർ ആക്കുക എന്നുള്ളത്. ഈ ആദ്യ സീൻ എഴുതാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ആദ്യ സീനിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, അതൊരു വലിയ പ്രോസസ്സാണോ എന്താ ശരിക്കും? ഒരു സിനിമ ആദ്യത്തെ 5 മിനിറ്റ് നമ്മളെ ഹുക്ക് ചെയ്യണം എന്നില്ല. അതൊരു റൂളല്ല. ചില സിനിമകൾ ആദ്യത്തെ 5 മിനിറ്റിൽ ഹുക്ക് ചെയ്യും. ആദ്യത്തെ 5 മിനിറ്റിൽ ഫയർ വർക്ക്സ് വേണം എന്ന് പറയുന്ന ഓഡിയൻസ് കൾച്ചറാണ് ശരിക്കും ഒരുപാട് സിനിമകൾ എലിനേറ്റ് ചെയ്യുന്നത്. അത് മാറിപ്പോകുന്നു. ചില സിനിമകൾ അവസാനത്തെ 20 മിനിറ്റ്സ് വരെ ഹുക്ക് ചെയ്യില്ല. ആ 20 മിനിറ്റ്സ് ഈ ആദ്യത്തെ ഇത്രയും സമയം എന്തുകൊണ്ട് ഇങ്ങനെ ചെലവാക്കി എന്നുള്ളതിന് ഉത്തരവും ആ 20 മിനിറ്റ്സ് ആയിരിക്കും. അപ്പൊ അതിന് ഒരു ക്ഷമയുള്ള ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണെങ്കിൽ ആ സിനിമ അവർക്ക് വർക്ക് ചെയ്യും. ഇപ്പൊ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ഹുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ഹുക്ക് ഇല്ലെങ്കിൽ അവർ ഡിസപ്പോയിന്റഡ് ആവും. റൈറ്റർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ ഈ 5 മിനിറ്റിൽ ഹുക്ക് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഹുക്ക് വരും, എഴുതുമ്പോഴും മേക്ക് ചെയ്യുമ്പോഴും. ഇല്ലെങ്കിൽ സമയം എടുക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഡിക്റ്റേറ്റ് ചെയ്യുന്നത് തീമും നമ്മുടെ ക്രിയേറ്റീവ് വർക്കുമാണ്, നമ്മളല്ല. അതിനനുസരിച്ച് പോകുന്നവനാണ് റൈറ്ററും ഡയറക്ടറും. ഈ കമേഴ്ഷ്യൽ സിനിമ കൾച്ചറിൽ ആളുകളെ ഇത്തരത്തിൽ ട്രെയിനിങ് കൂടെ ചെയ്യുന്നുണ്ടല്ലോ ഈ ഓഡിയൻസിന്. ഇത്ര നേരത്തിനുള്ള കൈ വേണം. പലപ്പോഴും ഈ പ്രൊഡക്ഷൻ ഹൗസുകൾ ഡിമാൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഈ 5-10 മിനിറ്റിൽ ഫസ്റ്റ് കൈ, ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് പോകണം. അത് ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെയുള്ള സിനിമകളുണ്ട്. ഇപ്പൊ ആക്ട് 1, ആക്ട് 2, അതെ, ഫൈനൽ ആക്ട് എന്ന് പറയുന്ന ക്ലാസിക് സ്ട്രക്ചർ ഓഫ് എ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന സിനിമകളുണ്ട്. നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന സിനിമകൾ ഈ ആക്ട് സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യുന്ന സിനിമകളുമായിരിക്കും. പല 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 നറേറ്റീവ്സ് നമ്മൾ ഇത് കൂടുതൽ എൻജോയ് ചെയ്യണം ഈ പ്രോസസ് ഓഫ് വ്യൂയിങ് എന്നുള്ളതെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ റൂൾസ് ഒന്നും ഫോളോ ആയിരിക്കുക. അതാണ് ഒരു സിനിമയെ വളരെ പറഞ്ഞ പോലെ റിവ്യൂസ് വായിച്ചിട്ട് സിനിമ കാണാൻ പോവുക, ഇങ്ങനെയുള്ള ഒരാളിന് ഒരു സിനിമയ്ക്ക് ഇപ്പൊ റിവ്യൂസിനേക്കാൾ കൂടുതൽ ഒപ്പീനിയൻസ് ആണ്. അപ്പോൾ ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്യുന്ന സിനിമ നമുക്ക് വർക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു സിനിമ വേറൊരാളിന് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒപ്പീനിയൻസ് കേട്ടിട്ട് ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുമ്പുള്ള റിവ്യൂസ് വരാറുണ്ട്. അതിനെ നോക്കാതെ വേണം സത്യത്തിൽ ഒരു വ്യൂവർ സിനിമ കാണാൻ, എന്നാലേ സിനിമ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുള്ളൂ. ട്രെയിലർ പോലും കാണാതെ നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യും. കാരണം ഒരു സിനിമയും അബ്സല്യൂട്ട്ലി ബാഡ് എന്ന് എല്ലാവരും പറയുന്ന ഒരു സിനിമയോ ഗ്രേറ്റ് എന്ന് കംപ്ലീറ്റ് യൂണിസണിൽ പറയുന്ന ഒരു സിനിമയോ ഇല്ല. ഒരാളെങ്കിലും അത് നെഗറ്റീവ് പറയുന്നതുണ്ടാവും, ഒരാളെങ്കിലും പോസിറ്റീവ് പറയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആയിരിക്കെ നമ്മള് ആ ഡിപ്രൈവ് ചെയ്യുന്ന എന്തിനാണ്? ആ ഒരാൾ ചിലപ്പോൾ നമ്മളാണെങ്കിലോ. അപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് കാണുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു വ്യൂയിങ് മെത്തേഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് കാണാറ്. ഈ റൂൾസ് ബ്രേക്ക് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കണക്ട് ചെയ്ത് ഈ പറഞ്ഞ ഫോർമാറ്റുകളെ ഫോളോ ചെയ്യാതെ എടുത്ത സിനിമകൾ വർഷങ്ങൾ കഴിഞ്ഞ് റീകാൾ ചെയ്തിട്ടുണ്ട്. പത്മനാഭൻ സാറിന്റെ സിനിമകളൊക്കെ ഒരുപാട് സിനിമകൾ ഇപ്പൊ ക്രാഫ്റ്റ് വെച്ചിട്ടും ഈ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത് കളിച്ചിട്ടുള്ള സിനിമകളും ഒക്കെ പിന്നീട് അക്നോളജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് മേക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ അതിന്റെ പ്രൊഡ്യൂസേഴ്സിനോ അത് അപ്പോൾ ഹിറ്റ് അല്ലെങ്കിൽ അവർക്ക് അപ്പോൾ ഒരു കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ഒരു സമയത്തിരുന്ന് ഒരു എന്താണ് ചൂയിങ് ദ കട്ട് എന്ന് പറയുന്നത് പിന്നെ ഇരുന്ന് ആസ്വദിക്കാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ജനറേഷൻ കൂടി ആയിരിക്കും ചിലപ്പോൾ ആഘോഷിക്കുന്നത്. അതെ, അതുകൊണ്ട് അവർക്കൊരു പ്രയോജനം കാണില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത് കണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഇപ്പൊ പത്മരാജൻ സിനിമകളൊക്കെ അന്ന് തിയേറ്ററിൽ കണ്ട ആള് കൂടി ആയിരിക്കുമല്ലോ. ആ സമയത്ത് അതിലുള്ള ഈ പറഞ്ഞ കോണ്ടന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന തീമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇതിലൊരു ഹൈ അല്ലെങ്കിൽ ഇതിലൊരു ഹുക്കിംഗ് പോയിന്റ് അന്നത്തെ മുരളി ഗോപി എന്ന പ്രേക്ഷകരുണ്ടായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ക്രിട്ടിക്സ് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് പുള്ളിയെ. പത്മനാഭൻ സാറിനെ അന്നത്തെ ക്രിട്ടിക്സ് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ നോംസ് വെച്ചിട്ട്. അപ്പൊ അതൊന്നും നമ്മുടെ കോളേജിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു വലിയ ഗ്രൂപ്പ് അതൊന്നും അപ്പീൽ ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ സിനിമകളൊന്നും അല്ല സിനിമകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു.
പക്ഷെ കാലാധിപത്യമായ കല അതും അതിജീവിക്കും. അതെ അതെ. അതിജീവനമാണ് സത്യത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളത്. അവർ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടും, പിന്നെ അത് ലെജൻഡറി ആവും. ഇപ്പൊ ഗുരുദത്ത് ഒരു ടിപ്പിക്കൽ ക്ലാസിക് എക്സാമ്പിൾ. ജീവിച്ചിരുന്ന കാലത്ത് ഒരു തരത്തിലുള്ള അംഗീകാരവും അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണകാരണത്തിന് ഒരു സിനിമയുടെ വലിയ ഫിനോമിനൽ ഫ്ലോപ്പ് ആയിരുന്നു രാഗസ്കേ പൂൾ എന്ന് പറയുന്ന സിനിമ. അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ട് ചെയ്ത സിനിമ. അദ്ദേഹം അതിനുശേഷം ഡയറക്ട് ചെയ്യാൻ നെർവസ്നെസ് വന്ന് ഡയറക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആർബ്ര ആൽവിയെ കൊണ്ടാണ് ഡയറക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിന്റെ ഫെയിലിയറാണ് അദ്ദേഹത്തിന്റെ സൂയിസൈഡിൽ വരെ ലീഡ് ചെയ്തത് എന്നൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ചരിത്രത്തിൽ നോക്കി അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. പൃഥ്വിരാജ് സാറിന്റെ ഫിലിംസ് അന്നും ഇതേ ക്വാളിറ്റിയിലാണെങ്കിൽ പോലും ഒരുപാട് ക്രിറ്റിസിസവും പുള്ളിക്കെതിരെ ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫേമസ് ക്രിറ്റിക്സ് എന്താണ് ഈ ആളുകളെ വഴിതെറ്റിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഒരുപാട് പെയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയുകയും ചെയ്യാം. അദ്ദേഹത്തിന്റെ മകൻ അനന്തപത്മനാഭൻ എൻ്റെ വലിയ സുഹൃത്താണ്. ആ പെയിൻഡ് ആയിട്ടായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത് ആ സമയത്ത്. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ബ്രിക്ക് ബാറ്റ്സ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ അപ്രീസിയേഷനും കിട്ടിയിട്ടുണ്ട്. ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് ലെജൻഡറി സ്റ്റാറ്റസിലൊക്കെ പോകുന്ന സിനിമകളുമായിരുന്നു. അങ്ങനെ അത് കാണാനോ ഇതിനോ പുള്ളി ഇല്ലാതെ പോകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ആർട്ട് സർവൈവ് ചെയ്യുമ്പോഴും ആർട്ടിസ്റ്റ് അവിടെ ഇല്ലാതെ വരുന്നത്. സിനിമ കാണുക എന്നുള്ളത് ഭയങ്കര പ്രിവിലേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഈ പറഞ്ഞ നമുക്ക് ഈ ആർട്ട് ഫോമിൽ നമുക്കൊരു ഇപ്പോൾ OTT ലൈവ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു മൂഡ് ഷിഫ്റ്റിങ്ങിനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് നേരം സമയം കിട്ടുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഒരു റിയാലിറ്റിന്ന് സ്വിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ ക്ലിക്കിൽ സിനിമ കാണാൻ പറ്റുന്നത്. മുരളിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ എഴുത്ത്, ഈ പറഞ്ഞ അഭിനയം, പാട്ട് എല്ലാം കൊണ്ട് നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട ഈ റിയൽ ലൈഫ് കെയോസ് വേറെ ഡീൽ ചെയ്യണം. ഇതിനിടയിൽ സിനിമ കാണുന്നത് എപ്പോഴും അതിനുവേണ്ടി സമയം കണ്ടെത്തുക, സിനിമകൾ കാണുക. ഇതിലൊരു അപ്ഡേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതും നമ്മൾ ഈ പറഞ്ഞ പുതിയ സിനിമകൾ കാണുന്നത്, ഇതിലെന്താണ് പുതിയത് കിട്ടാനുള്ളത്, ഇതൊരു റെഗുലർ പ്രാക്ടീസ് പോലെ ലൈഫിന്റെ പാർട്ടായിട്ടുണ്ടാവുമല്ലോ. സിനിമ കാണുന്നത്, സിനിമ കാണാൻ മാറ്റിയിരിക്കുന്ന സമയം, അത് ഒരിക്കലും മറ്റേ മിസ്സാവാത്ത പോലെ തന്നെ ആ മൊമെന്റം ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അത് നമ്മുടെ ഒരു ലേണിംഗ് പ്രോസസ്സാണ് ലൈഫ് ആൻഡ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ സിനിമ കാണാൻ പ്രത്യേക ഒരു സമയം, ഒരു ദിവസം ഒരു സിനിമ വെച്ച് കാണണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ പിക്ക് ചെയ്തിട്ട് റിലീസസ് ആയാലും അല്ലാതെ ആയാലും ക്ലാസിക്സ് ആയാലും പറ്റുമ്പോൾ കാണും. പക്ഷേ ഫുൾ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ സിനിമ കാണാറുള്ളൂ. അല്ലാതെ നമ്മളൊരു റാൻഡം ഇല്ലില്ല, അത് പിന്നെ പോസ് ചെയ്ത് വേറൊരു സാധനം ചെയ്ത് അതിൻ്റെ ഇടയിൽ അതല്ല. ഒരു സിനിമ ഡിസർവ് ചെയ്യുന്ന അതിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ റെസ്പെക്ട്, ഒരു സിനിമയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ റെസ്പെക്ട് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ വായിക്കാതെ, അതിനെക്കുറിച്ച് ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതെ, ആ സിനിമയെ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് അതിനെ കാണാൻ ശ്രമിച്ചാൽ സിനിമ ഭയങ്കരമായിട്ട് കൺവേ ചെയ്യും. ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് കൺവേ ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഐ വാച്ച് എ ഫിലിം വിത്ത് അബ്സല്യൂട്ട് ഫോക്കസ് ആൻഡ് അറ്റൻഷൻ. ഈ ഫോക്കസ് അറ്റൻഷൻ പറയുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നത് എല്ലാവർക്കും ഈ ലൈഫിൽ ഒരു സിനിമ പാരഡൈസ് മൊമെന്റ് ഉണ്ടാകും. ചിലപ്പോൾ അതൊരു ഷോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോൾ സിനിമ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സീക്വൻസ് ആയിരിക്കാം. മുരളിച്ചേട്ടൻ അങ്ങനെ സിനിമ ഹിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഏത് സിനിമ ഒരു സിനിമ പറയാൻ പറ്റിയെന്ന് വരില്ല, ഇനി 2-3 സിനിമകൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നുണ്ടാവില്ല. ഇപ്പൊ ആ പടം കണ്ടപ്പോഴായിരുന്നു ഞാൻ ആ പടത്തിൽ ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടപ്പോൾ ഇത് മറ്റേ ബിലീവബിൾ ആക്കി എടുത്തത് എന്തുകൊണ്ടായിരിക്കും. അങ്ങനെ റാൻഡം ആയിട്ട് പല സംഭവങ്ങളെയും ചിലപ്പോൾ ഹിറ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഒരു സിനിമ പാരഡൈസ് മൊമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഒരുപാടുണ്ട്. എനിക്ക് അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല. നമ്മളെ ഒരു ഒട്ടും തന്നെ വർക്ക് ചെയ്യാത്ത ആസ് എ ഹോൾ വർക്ക് ചെയ്യാത്ത സിനിമകളിൽ പോലും അങ്ങനത്തെ ചില മൊമെന്റ്സ് ഉണ്ട്. ഭയങ്കര ബ്രില്യൻസിന്റെ ഒരു ഫ്ലാഷ് വരുന്ന ഇതുണ്ട്. അപ്പം ലേണിംഗ് ക്യാൻ ഹാപ്പൻ ഫ്രം എവരിവെയർ. ഇറ്റ് വിൽ ഹാപ്പൻ ഫ്രം എവരിവെയർ. അപ്പൊ അങ്ങനെ സെലക്റ്റീവായിട്ട് നമുക്ക് പിക്ക് ചെയ്ത് ഒരുപാട് സിനിമകളുടെ മൊമെന്റ്സ് അങ്ങനെ വർക്ക് ചെയ്ത് ഓവർവെൽം ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഒരെണ്ണം മാത്രം പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട് മൊമെന്റ്സ്. എഴുതുന്ന സ്ക്രിപ്റ്റിൽ പെർഫോം ചെയ്യുന്നത് അതും ഒരു പ്രിവിലേജ് ആണല്ലോ. ഈ ക്യാരക്ടർ എന്ത് ചിന്തിക്കും, ഇയാളുടെ ബാക്ക് സ്റ്റോറി എന്താണ്, ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇയാൾക്ക് പാസ്റ്റിൽ എന്തുണ്ടായിട്ടുണ്ട്, എല്ലാം ഈ തലയിലാണ്. അവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ആർക്കിടെക്റ്റിനെ പോലെയാണ്. ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ദ ഹോൾ വേൾഡ് ഈസ് യുവേഴ്സ്. നമ്മളാണത് ഉണ്ടാക്കുന്നത്, നമ്മളാണ് ആർക്കിടെക്ട്. ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിൽ ഇൻഹാബിറ്റന്റ് ആണ്, അതിൽ വന്ന് താമസിക്കുന്ന ആളാണ്. നമ്മുടെ വേൾഡിൽ ഒരാൾ എൻ്റർ ചെയ്ത് ആ ആളാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ആക്ടേഴ്സ് കോൺഷ്യസ്നെസ്സിൽ നമ്മൾ തന്നെ എഴുതിയ ഒരു സ്ക്രീൻ പ്ലേ എടുക്കുമ്പോൾ നിൽക്കുമ്പോൾ
ആക്ടേഴ്സ് കോൺഷ്യസ്നെസ്സിൽ റൈറ്ററുമായിട്ട് ഒരു ഡയലോഗുണ്ട്. അപ്പോൾ ആ ഡയലോഗിൽ ചില സമയത്ത് റൈറ്റർ എഴുതിയിരിക്കുന്നതാണ് കറക്റ്റ് ഈ മൊമെന്റിൽ എന്ന് നമ്മൾ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും. ചില മൊമെന്റിൽ ഇവിടെ ഒരു കറക്ഷൻ വേണം, ക്യാരക്ടറായിട്ട് ആലോചിക്കുന്നു എന്നൊരു സജഷൻ വരും. അപ്പൊ അത് മാറ്റും. ഈ കോൺഫ്ലിക്ട് റെഗുലറായിട്ട് നടക്കും. ആക്ടറും റൈറ്ററുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ല, ഒരു ഡയലോഗ്. ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ you know where this whole world is coming from, this whole idea is coming from, because you wrote it. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള റെക്ടിഫിക്കേഷൻസ് പെർഫോം ചെയ്ത് വരുമ്പോൾ സ്പേസസിനെ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ആർക്കിടെക്ട് നമ്മൾ റീഫാഷൻ ചെയ്യും. ആർക്കിടെക്ട് ചെയ്ത ഒരു ബിൽഡിങ്ങിനെ അതിനകത്തൊരു ഇൻഹാബിറ്റന്റ് ഇവിടെ ഇത് മാറ്റി പുറത്തോട്ട് വയ്ക്കാം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ വരും. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യണം. അതുകൊണ്ട് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ഈവൻ അതർ ആക്ടേഴ്സ്, ഒരു മോമെന്റിൽ അവർ ക്യാരക്ടർ നന്നായിട്ട് സ്റ്റഡി ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആളുകൾ ഇത് സ്റ്റഡി ചെയ്തതിന് ശേഷം ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ നന്നായിരിക്കില്ലേ എന്ന് തോന്നുന്നു. അത് നല്ല ഐഡിയ ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഞാൻ എടുക്കും. കാരണം അപ്പോൾ നമുക്ക് ആക്ടേഴ്സ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും അറിയാൻ പറ്റും, യു ബീങ് ഓൾസോ ആൻ ആക്ടർ. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് ലിസൺ ചെയ്യാറുണ്ട്, റെസ്പെക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ജീത്തുനും ദൃശ്യത്തിലുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പൊ ജീത്തു ഇസ് ദ റൈറ്റർ ഡയറക്ടർ, ഒരു സിംഗിൾ വിൻഡോ ആണ്. അപ്പൊ ആസ് ആൻ ആക്ടർ നമ്മളൊരു സജഷൻ പറയുമ്പോൾ അത് ഗുഡ് ആണെങ്കിൽ അത് എടുക്കാനുള്ളൊരു മനസ്സ് ഭയങ്കര ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് മൊത്തം ഒരു സജഷൻ കൊണ്ടിറക്കുക എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ വൺ അപ്മാൻഷിപ്പ് സജഷൻസ് പറയുന്നതല്ല. കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷമുള്ള സജഷൻസിനെ ഞാൻ ആസ് എ റൈറ്റർ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും. ഈ സിനിമയും ആർട്ടെല്ലാം പറയുന്ന സമയത്ത് മ്യൂസിക് പണ്ട് മുതലേ കൂടെ ഉണ്ടല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മ്യൂസിക് എപ്പോഴും പലർക്കും പല ഇമോഷനിൽ കണക്ട് ചെയ്യുന്ന കാര്യമായി തോന്നിയിട്ടുണ്ട്. ഒറ്റയ്ക്കൊരു സ്പേസിലോട്ട് ആ സ്പേസ് പുതിയത് എന്തെങ്കിലും ആക്കി നമ്മൾ മ്യൂസിക്കിലൂടെ കേട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇവരുടെ മെമ്മറി ടൈം ലൈനിൽ ഏത് ടൈം ലൈനിൽ സ്വിച്ച് ചെയ്യാനായിട്ട് മ്യൂസിക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എന്താ ശരിക്കും മ്യൂസിക്, മുരളി ഗോപിക്ക് മ്യൂസിക് എന്താണ്? മ്യൂസിക് ആണ് ബേസ് എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുമ്പോൾ എഴുതുമ്പോഴും ആക്ട് ചെയ്യുമ്പോഴും ഒക്കെ ഒരു സീനിന്റെ ഹൈറ്റ്സ്, ലോസ്, അതിന്റെ ക്രസൻഡോസ്, ഇതെല്ലാം മ്യൂസിക്കലാണ്. അതിൽ പെർഫോമൻസിനും ഒരു മ്യൂസിക് ഉണ്ട്. ഒരു റൈറ്റിംഗ്, ഇഫ് യു റൈറ്റ് എ സീൻ, അതിൽ ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ആ മ്യൂസിക്കിനെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ആണ്, നോട്ട് മ്യൂസിക് ആസ് സച്ച്. മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഒരു റിതം, ഒരു ഓരോന്നിനും ഓരോ കോമ്പസിഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനൊരു എന്താ ഒരു ടോൺ ഉണ്ട്, ഒരു ക്രസൻഡോ ഉണ്ട്, ഒരു ഡൗൺ ഇതുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ മ്യൂസിക് പ്രൊവൈഡ് ചെയ്യും നമുക്ക്. മ്യൂസിക്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു, എനിക്കത് ഇഷ്ടമാണ്. മ്യൂസിക്കൽ പീസസ് ഞാൻ കേൾക്കുമ്പോൾ, ഐഡിയാസ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് കേൾക്കാറുണ്ട്. ചില സ്ട്രെയിൻസ് കേട്ടോണ്ട് എഴുതും. അത് എൻ്റെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ മ്യൂസിക് ഈസ് ഓൾവേസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ എവറിത്തിങ് യു ഡു, അറ്റ്ലീസ്റ്റ് ഫോർ മീ. സ്റ്റിൽ മ്യൂസിക് ഉണ്ടല്ലോ കൂടെ. അതെ. മ്യൂസിക്കിന്റെ പ്രസൻസ് എല്ലാ ആർട്ടിലും ഉണ്ട്. ഇത്രയും സിനിമകളും ഇതെല്ലാം പറഞ്ഞപ്പോഴും നേരത്തെ പറഞ്ഞിരുന്നു അച്ഛൻ്റെ എല്ലാ ക്യാരക്ടേഴ്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും പേഴ്സണലി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവില്ലേ? കുറേ ഉണ്ട്. ഇപ്പോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഒരു 5-6 എണ്ണം ഉണ്ട്. ഗായത്രി ദേവിന്റെ അമ്മ, സന്ധ്യമയങ്ങുന്ന നേരം, യവനിക, കൊടിയേറ്റം, പാളങ്ങൾ, ഓർമ്മയ്ക്കായി, കള്ളൻ പവിത്ര, പഞ്ചവടി പാലം, ആദാമിന്റെ വാരിയൽ, ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അച്ഛനെ 86 ഫോഴ്സ്ഡ് റിട്ടയർമെന്റ് വരുന്നതിന് മുമ്പുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഇഷ്ടമാണ്. അതെല്ലാം ഓരോ എക്സ്പീരിയൻസ് ആണ് സിനിമയിൽ തന്നിട്ടുള്ളത്. ഈ സിനിമ ലൊക്കേഷൻ മെമ്മറി ഉണ്ടോ പണ്ട് ചെറുപ്പത്തിൽ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, പോയിട്ടേ ഇല്ല. അത് ടോട്ടലി അതിൽ നിന്ന് മാറിയിട്ടുള്ളൊരു, ഞാൻ ഒരു 2 തവണ മാത്രമേ അച്ഛൻ്റെ സെറ്റ്സിൽ പോയിട്ടുള്ളൂ. ഒന്ന് സ്വന്തം ശാരിക എന്നൊരു സിനിമയുടെ സെറ്റിലും, പിന്നെ ഉത്സവപ്പറ്റത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഒരു 2 ദിവസം പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ സിനിമ ലൊക്കേഷൻ അതാ അതിനെ മാറ്റി നിർത്തിയത്. ഈ പറഞ്ഞ പോലെ പല ഏരിയയിൽ എക്സ്പെർട്ടൈസ് പ്രൂവ് ചെയ്ത ആളാണ് ഉറപ്പായിട്ടും. റൈറ്റർ എന്ന രീതിയിൽ, ആക്ടർ എന്ന രീതിയിൽ, ലിറിസിസ്റ്റ്, സിംഗർ, ഇതെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്തപ്പോഴെല്ലാം അതിലൊരു ഇമ്പാക്റ്റഡ് ആയിട്ട് ആളുകൾക്ക് അതിലൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടല്ലോ. ആളുകൾ അതിലൊരു അവരുടെ കൈൻഡ് ഓഫ് മറ്റേ ലവ് ലാംഗ്വേജ് പോലെ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും. നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ. ശരിക്ക് ഒരു ആക്ടർക്ക്, ഒരു റൈറ്റർക്ക്, ഒരു ആർട്ടിസ്റ്റിന് ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യമുണ്ടോ? അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ
അതിന് നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പെർഫെക്റ്റ് ആക്കണം എന്നുള്ളൊരു ത്വര ആണ് ഇതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. പെർഫെക്റ്റ് ആണോ ഇല്ല എന്ന് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനോ ഒരു റൈറ്ററിനോ ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അയാൾ ഇത് പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ അത് അന്ന് അയാളുടെ ഡെത്താണ്. ആളുകൾ ഇതിന്റെ ന്യൂവൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ന്യൂവൻസസ് ആളുകൾ പറയുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട്. അത് വർക്ക് ചെയ്തു ചിലരിൽ. ആ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് ഇതിന്റെ ഒരു ഹൈ എന്ന് പറയുന്നത്. അല്ലാതെ യു ക്യാൻ നെവർ ബി പെർഫെക്റ്റ്, യു ക്യാൻ ഓൺലി സ്ട്രൈവ് ഫോർ പെർഫെക്ഷൻ. അതാണ് സാറ്റിസ്ഫാക്ഷൻ. സ്ട്രൈവിംഗ് ആണ് സാറ്റിസ്ഫാക്ഷൻ. കരിയർ നമ്മൾ നോക്കുന്ന സമയത്തേക്ക് കൃത്യമായ ഇടവേളകളിൽ ഓരോ മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ സിനിമകളുടെ കാര്യത്തില് റൈറ്റർ പ്രൊഫൈലില്, സിംഗറില്, ലിറിസിസ്റ്റ്, ആക്ടർ, എല്ലാത്തിലും എല്ലാ സമയങ്ങളിലും റെലവെന്റ് ആയി നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. കരിയറിന്റെ ഒരു വിഷൻ എന്തായിരിക്കും? കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ കരിയറിന്റെ ക്ലോഷർ ഇങ്ങനെയാവണം, ഇനി ഞാൻ ഇങ്ങനെയായി പ്ലാൻ ചെയ്യുന്നുണ്ടാവാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു പ്ലാനും ഇല്ല, പോകുന്ന പോലെ പോട്ടെ എന്നുള്ളത്. മുരളി ഗോപി എന്ന ആർട്ടിസ്റ്റിനാളുടെ സിനിമ കരിയറിന്റെ ഒരു വിഷൻ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ക്ലോഷർ എങ്ങനെയായിരിക്കും, എന്താ അത്? അങ്ങനെ ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഐ ഗോ ഡേ ബൈ ഡേ, പ്ലേ ബൈ ദ ഇയർ എന്ന് പറയുന്ന സാധനമാണ്. അത് എന്ത് വരുന്നോ അത് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ചെയ്യുക, ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക. ഓഫേഴ്സ് വരുന്നതനുസരിച്ച് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി ഇതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യാൻ ഉള്ള ഇത് ആർക്കും ഇല്ലാന്നാണ്. ഇങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഈ കൊളാബറേഷൻസിൽ രസമുള്ളതായി തോന്നിയിട്ടുള്ളത് ഉറപ്പായിട്ടും അരുൺകുമാർ അരവിന്ദിനൊപ്പം പൃഥ്വിരാജ് കുമാറിനൊപ്പം ഉള്ളത്. ഇതിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു ടെക്നീഷ്യൻ രതീഷ് അമ്പാട്ടുണ്ട്, ജി എൻ കൃഷ്ണകുമാറുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ സിനിമ വരുന്നുണ്ട്. ഈ ടെക്നീഷ്യൻ പാട്ട് തന്നെ അപ്പുറത്തേക്ക് ഇതിലൊരു കംഫർട്ട് സോൺ കൂടി ഇല്ല ശരിക്കും. ഒരു ആർട്ടിസ്റ്റ് ഈ ബ്രൊമാൻസ് എന്നൊക്കെ പറയുന്ന പോലെ, ഒരു ബ്രോക്കോഡ് എന്നൊക്കെ പറയുന്ന പോലെ അതിലൊരു കംഫർട്ട് ശരിക്കില്ലേ? അതിലല്ലേ ഈ ആർട്ട് വലുതാവുന്നത്? ഇവരുടെ ഒക്കെ ഒപ്പം സിനിമ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന സമയത്തേക്ക് എന്താ മുരളി ഗോപിയുടെ ഹൈ എന്തായിരിക്കും? ഒരു യൂണിയൻ. When the writer and the director is on the same page, a film is going to be a success. ഇത് അച്ചീവ് ചെയ്ത സമയങ്ങളിലെല്ലാം എനിക്ക് ആ ബ്രദർ കോഡ് വർക്ക് ചെയ്തു വിത്ത് ഓൾ മൈ ഡയറക്ടേഴ്സ്. അപ്പൊ ഇതല്ലാത്ത മൊമെന്റ്സ് വരുമ്പോൾ അല്ലാതെയും വരും. അതൊരു ചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. അപ്പൊ ആ ഒരു യൂണിയൻ സംഭവിക്കുമ്പോഴൊക്കെ എല്ലാവരോടും സംഭവിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ എല്ലാം ഞാൻ താങ്ക്ഫുൾ ആണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ കരിയർ ഈ ഡേ ബൈ ഡേ പോകുന്നതിൽ ഹൈ ഇനി ഉണ്ടാവട്ടെ. രസമുള്ള പെർഫോമൻസുകൾ എഴുത്തിലും അല്ലാതെ സ്ക്രീനിലും കാണാൻ കഴിയട്ടെ. താങ്ക് യു.